മഹാലക്ഷ്മി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പലഹാരം കഴിച്ച് മുത്തശ്ശിയും പ്രതാപനും ആകെ അവശരാവുകയാണ്. എന്തായാലും ഈ സമയം മോഹിനി അങ്ങോട്ട് വരുന്നുണ്ട്. മോഹിനിക്കാണെങ്കിൽ ആ കാഴ്ച കണ്ട് വല്ലാത്തൊരു സന്തോഷവും. അവളോട് മുത്തശ്ശിയും പ്രതാപനും ചോദിക്കുന്നുണ്ട്, നീ ആ പലഹാരം മറ്റും മാറ്റിയോടി, അതിന് മാറ്റാൻ വേണ്ടി മാത്രം അതിന് നിങ്ങളെങ്ങാനും വിഷം ചേർത്തോ എന്നൊക്കെ മോഹിനി തിരിച്ചടിക്കുകയാണ്. അല്ല, അങ്ങനെയുണ്ടെങ്കിൽ നമുക്ക് കേസൊക്കെ കൊടുത്ത് തെളിയിക്കാം എന്ന് പറയുമ്പോ മുത്തശ്ശി പ്രതാപനും പറയുന്നുണ്ട്, നിന്ന് ചിലയ്ക്കാതെ കേറിപ്പോടി അകത്ത് എന്ന്. എന്തായാലും അവർക്ക് ഒരു കാര്യം ഉറപ്പാവുന്നുണ്ട്. മോഹിനി വന്നപ്പോ തന്നെ മഹാലക്ഷ്മിയുടെ കാര്യം അന്വേഷിച്ചപ്പോ അവർക്ക് യാതൊരു പ്രശ്നമില്ലെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ മുത്തശ്ശി പറയാണ്, എടാ പ്രതാപ, ചതി പറ്റിയിരിക്കുന്നത് നമുക്ക് തന്നെയാണ്. എന്തായാലും നമ്മൾ വീണ്ടും വീണ്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോ മോളെ വിളിച്ച് അറിയിക്കുക, അല്ലാതെ മറ്റെന്ത് ചെയ്യാനാണ് എന്നിങ്ങനെ മുത്തശ്ശിയും പ്രതാപനും പറയുന്നുണ്ട്. പിന്നീട് സാഗറിനെ കയ്യേറ്റം ചെയ്തതിൽ മഞ്ജു ആണെങ്കിൽ കലി ചോദിക്കാനായിട്ട് എത്തുന്നുണ്ട്. മേഘനാഥനാണെങ്കിൽ അവളെ കാണുമ്പോ തന്നെ കളിയാക്കിക്കൊണ്ട് ചോദിക്കുകയാണ്, ഓ ലേഡി ഗുണ്ട എന്നെ ചോദ്യം ചെയ്യാനായിട്ട് എത്തിയോ, നിനക്ക് നാണല്ലടാ നിന്റെ ഭാര്യയെയും കൂട്ടിയിട്ട് വരാനെന്നുള്ള രീതിക്ക് സാഗറിനോട് സംസാരിക്കുന്നു. അതെ മാർക്കോ, നിന്റെ എല്ലിന്റെ എണ്ണം കണക്ക് കൂട്ടി വെച്ചിരിക്കുകയാണ്, അതുകൊണ്ട് നീ ഓവർ കളിക്കാൻ നിൽക്കണ്ട എന്നൊക്കെ മഞ്ജുവും പറയുന്നുണ്ട്. ആരെ കൊണ്ടും തന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ശരിക്കും ഇപ്പൊ കടിച്ചു തൂങ്ങി എച്ച് പട്ടികളെ പോലെ നടക്കുന്നത് നീ നിന്റെ ഭർത്താവാണെന്ന് ഇങ്ങനെ മേഘനാഥ പറയുമ്പോ താൻ എന്താണോ ഈ പറഞ്ഞു വരുന്നതെന്ന് മഞ്ജു ചോദിക്കുന്നുണ്ട്. മഹാലക്ഷ്മിയെ വേണ്ടെന്ന് വെച്ചിട്ടും കണ്ണൻ തന്ന ആ ജോലി നീ വേണ്ടെന്ന് വെച്ചില്ലല്ലോ, അതിനർത്ഥം നീ അവന്റെ എച്ചിൽ നിന്നല്ലേ ജീവിക്കുന്നതെന്നൊക്കെ ചോദിക്കണം. ഈ സമയം മഞ്ജുവും വിട്ടുകൊടുക്കുന്നില്ല, തിരിച്ചടിക്കുന്നുണ്ട്. ഞാൻ അങ്ങനെയാണെങ്കിൽ നീ ഇത്രയും കാലം നീ നിന്റെ കുടുംബവും അങ്ങനെ തന്നെയല്ലേ ജീവിച്ചെന്നൊക്കെ. നിന്റെ ഭാര്യയെ മേടിച്ചിട്ട് പോവാനായിട്ട് മേഘനാഥ് പറയുന്നു. കാരണം അവനാണെങ്കിൽ അവളെ തല്ലാനുള്ള കലിയൊക്കെ വരുന്നുണ്ട്. പക്ഷെ മഞ്ജു പറയുന്നുണ്ട്, എന്റെ ദേഹത്ത് തൊട്ടാൽ പിന്നെ നടക്കുന്നത് വേറെ ആയിരിക്കുമെന്ന്. ഇനി മേലാൽ നീ എന്റെ ഭർത്താവിന്റെ നേർക്ക് നിന്റെ കയ്യൂക്കുമായിട്ട് വരികയാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ഇത് മാർക്കോയെ അറിയിക്കും. പിന്നെ എന്ത് നടക്കാൻ പോകുന്നത് നിനക്ക് അറിയാലോ, അതുകൊണ്ട് മര്യാദയ്ക്ക് ജീവിക്കുന്നതായിരിക്കും നിനക്ക് നല്ലത്. ഇങ്ങനെ പോയാലേ ചിലപ്പോൾ നിന്നെ ജീവനോടെ പോലും കാണില്ല എന്നൊക്കെ മേഘനോട് പറയുന്നു. പിന്നീട് പ്രതാപനും മുത്തശ്ശിയും ചേർന്ന് കരുണയെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. എങ്ങനെയോ പലഹാരം വീണ്ടും മാറിപ്പോയിരിക്കുന്നു മോളെ. മോഹിനി ഇവിടെ നിന്നും കൊണ്ടുപോയ പലഹാരത്തിൽ യാതൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നത് അവളെല്ലാം കണ്ടു എന്നാണ്. അതുകൊണ്ട് പലഹാരം മാറ്റി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കാണ് പ്രശ്നങ്ങൾ പറ്റിയിരിക്കുന്നത്. ആകെ വല്ലാത്തൊരവസ്ഥയിലാണെന്നൊക്കെ പറയുമ്പോൾ അതെന്താ അവൾക്കിട്ട് എന്തെങ്കിലും പണി കൊടുക്കാൻ നോക്കുമ്പോൾ മാത്രം ഇങ്ങനെ സംഭവിക്കുന്നത്? അമ്മ കാണുന്നുണ്ടോ എന്ന് നിങ്ങൾ നിരീക്ഷിച്ചിട്ടൊക്കെ വേണ്ടേ അത് ചെയ്യാനെന്നൊക്കെ കരുണ ചോദിക്കുന്നു. ഇപ്രാവശ്യം കുറച്ച് തെറ്റുപറ്റിപ്പോയി, ഇനി ശ്രദ്ധിച്ചോളാം എന്നൊക്കെ പറയുമ്പോൾ കരുണ പറയുന്നുണ്ട്, അവളുടെ കുഞ്ഞു പോയി എന്നുള്ള വാർത്ത കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഞാൻ. എന്തൊക്കെ പറഞ്ഞാലും കണ്ണേട്ടന്റെ കുഞ്ഞായിരിക്കില്ല അത്. പക്ഷെ അവള് അമ്മയാകുന്നതിൽ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അവളേക്കാൾ മുന്നേ ഞാൻ തന്നെയായിരിക്കണം അമ്മയാവേണ്ടത്. ആ കാര്യത്തിൽ എനിക്ക് വാശിയുണ്ട്. അതെനിക്ക് എത്രയും പെട്ടെന്ന് നടത്തി തരണം. എല്ലാം കൊണ്ടും ഞാനിപ്പോ സന്തോഷവതിയാണ്. ആ കുഞ്ഞും കൂടി നഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ കുറച്ചുകൂടി സന്തോഷിക്കുമെന്നൊക്കെ കരുണ പറയുന്നു. മോളുടെ ആഗ്രഹം പോലെ തന്നെ ഇനിയും സംഭവിക്കും. ഉറപ്പായിട്ടും മഹാലക്ഷ്മിക്ക് പലഹാരവുമായിട്ട് ഈ മോഹിനി ഇവിടെ നിന്നും പോവാതിരിക്കില്ല. അതുകൊണ്ട് അച്ഛനും മുത്തശ്ശിയും അത് വേണ്ടതുപോലെ തന്നെ കൈകാര്യം ചെയ്തോളാം എന്നൊക്കെ പറയുന്നു. ഈ സമയം കരുണ പറയുന്നുണ്ട്, ഇനി തെറ്റിപ്പോകരുത്, അറിയാലോ അവളുടെ കുഞ്ഞില്ലാതാവണം, കൂട്ടത്തിൽ അവൾ ഇല്ലാതായാലും യാതൊരു പ്രശ്നമില്ല എന്നൊക്കെ പറയുന്നു. പിന്നീട് ഫോൺ വെച്ചതിന് ശേഷം കരുണയാവട്ടെ ഇക്കാര്യം ദുർഗയെയും സ്വാതിയെയും ഉണ്ണിയെയൊക്കെ തന്നെ അറിയിക്കുന്നുണ്ട്. അങ്ങനെ വീണ്ടും വീണ്ടും എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എല്ലാവരും ചിന്തിക്കുന്നു. പിന്നീട് കണ്ണനും മഹാലക്ഷ്മിയും അവരുടേതായിട്ടുള്ള ലോകത്ത് സന്തോഷത്തിൽ തന്നെയാണ്. അങ്ങനെ കണ്ണനാണെങ്കിൽ മാർക്കോയെയാണ് കൂട്ടുവിളിക്കുന്നത്. അഥവാ ശത്രുക്കൾ കാണുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് അവരുടെ കണ്ണിൽ പൊടിയിടാനായിട്ട് മാർക്കോയെ കൂടെ വിളിക്കുന്നുണ്ട്. മാർക്കോയാണെങ്കിൽ അതിന് ഫുൾ സപ്പോർട്ടുമായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ മേഘനാഥനെ കുറിച്ചൊക്കെ മാർക്കോ പറയുന്നുണ്ട്. മഞ്ജുവിനെ സാഗറിനെയും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്, അതിനുള്ള പണി കൊടുക്കണം എന്നൊക്കെ പറയുമ്പോൾ ഇനിയിപ്പോ ഒരു പണി കൊടുത്തില്ലേ, അത് കഴിഞ്ഞിട്ട് മതി അടുത്ത പണിയെന്നൊക്കെ കണ്ണനും മഹാലക്ഷ്മിയും പറയുന്നു. അവൻ ഇങ്ങനെ വിട്ടാ പറ്റില്ല, അവന് ഇനിയും കളിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി അവൻ ഉറപ്പായിട്ടും കളത്തിൽ ഇറങ്ങുകയാണെങ്കിൽ അവനെ ഞാൻ ഇല്ലാതാക്കും സാറേ എന്നൊക്കെ മാർക്കോയും പറയുന്നു. എന്തായാലും നിങ്ങൾ ധൈര്യത്തോട് കൂടിയിട്ട് പാർക്കിലേക്കൊക്കെ പോയിട്ട് വായോ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രം തന്നെ വിളിച്ചാൽ മതിയെന്ന് മാർക്കോ പറയുകയാണ്. അങ്ങനെ കണ്ണനാട്ടെ മഹിയെ വേണ്ടുവോളം സന്തോഷത്തോടു കൂടിയിട്ട് അവൾ ഒരുപാട് ഹാപ്പി ആക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. എന്തായാലും മഹിയും അതങ്ങനെ ആസ്വദിക്കുന്നു. ഉറപ്പായിട്ടും ശത്രുക്കളുടെ കണ്ണിൽ ആ കാഴ്ച പെടുക തന്നെ ചെയ്യും. അപ്പൊ കാത്തിരിക്കാം കിടിലൻ എപ്പിസോഡ്സിനായിട്ട്.